കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേ ആ ശംഖുപുഷ്പത്തിന്റെ തയ്യാ എന്തോ പയറുവിത്ത് അതിന്റെ വെള്ളം കുടിക്കാൻ തന്ന അവിടുന്ന്. കൃഷിയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഇതിന്റെ പിന്നെ ഞങ്ങള് അവരുടെ അരി മേടിച്ചോണ്ട് പോയി അത് കിളിപ്പിച്ച് കൃഷിയൊക്കെ ഉണ്ട്. അത്യാവശ്യം ഉണ്ട്. വീടിന്റെ പുറയിലൊരു തണുപ്പുകാലം കഴിയുന്ന ഉടനെ ആ മണ്ണെല്ലാം കുതിർന്ന് അതുകൊണ്ട് കുഴിച്ചു വെച്ച എന്തെങ്കിലുമൊക്കെ ഉണ്ടാവേ. പയറിടും, അത്യാവശ്യം 2-3 മാസം പയർ കിട്ടും. വെണ്ട, ചിലര് ഒത്തിരി സമയമൊക്കെ മരങ്ങളോ വേലിയോ മതിലോ വല്ലതും ഉണ്ടോ? എല്ലാവരുടെയും വീടിന്റെ ബാക്കില് മതിലുണ്ട്. പ്ലോട്ടുകൾ തിരിക്കാൻ ബൗണ്ടറി ഉണ്ട്. അതിന്റെ ഫ്രണ്ടിലില്ലെന്നേ ഉള്ളൂ, ബാക്കിലുണ്ട്. അത് തടി വെച്ചാണേ. അതോ അതിന്റെ അരിയല്ലേ? അതിന്റെ അല്ല, ഇത് മറ്റേ മുട്ടപ്പയർ എന്ന് പറഞ്ഞ വേറെ സൈസ്. ഇതുണ്ട് അവിടെ ഇഷ്ടം പോലെ. ഇത് വേറെ സൈസ് വെറൈറ്റി ചെയ്ത് വയലത്തോണ്ടിരിക്കുന്നത് എവിടെയും കൊണ്ട് ഇമ്മാ ഇട്ടാൽ മതിയല്ലോ. ഞാൻ ഇന്നലെ പറിച്ചോണ്ട് പോകുന്നതാ. ഇതിന്റെ പയറും കറി വെക്കാം. പച്ചക്ക് പയറും കറി വെക്കാം അരിഞ്ഞരിഞ്ഞ്. ഞാനിത് വിത്തിന് വേണ്ടി ഇന്നലെ ആ കൂട്ടാൻ്റെ വീട്ടിൽ പോയി പറഞ്ഞില്ലേ, അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ കിടക്കുന്നു. അപ്പൊ ഞാൻ എടുത്തോണ്ട് വന്ന അതാ. പയറും കറി വെക്കാം. മൂത്ത് പോകുന്നതിന് മുമ്പാണെങ്കിൽ ഇതിന്റെ പയറും കറി വെക്കാം. മറ്റേ മുട്ടപ്പയറിന്റെ അങ്ങനെ ചെയ്യത്തില്ല, കുരു മാത്രം കറി വെക്കത്തുള്ളൂ. അല്ല, ഞങ്ങള് മുട്ടപ്പയറിന്റെ അല്ലേ, മുട്ടപ്പയറിന്റെ മൂത്ത് കഴിയുമ്പോൾ കുരു മാത്രം എടുത്ത് നമ്മൾ പരിപ്പ് മാത്രം കറി വെക്കത്തുള്ളൂ. പിന്നെ റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെ ഈ നാട്ടിൽ നിന്നൊക്കെ പേരൻസ് ഒക്കെ വന്ന് ആരോഗ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ലാർജ് സ്കെയില് കൃഷി ചെയ്യുന്നവരും ഉണ്ട്. ഇഷ്ടം പോലെ കപ്പയും. ഒരു റിട്ടയർമെന്റ് ലൈഫിൽ ഇരിക്കുമ്പോൾ അതെ, വേറെ ടൈം പാസ് ഒന്നും ഇല്ല. ആരോഗ്യമുള്ളവരൊക്കെ എല്ലാം ചെയ്യും. മിറാക്കിൾ ഫ്രൂട്ടിന്റെ പഴം കൊണ്ട് കുഴിച്ചിട്ട് അന്നേരം കിളിക്കുന്ന സാധനമാണ്. ചെല്ലുമ്പോ ഇനി ഒരു നിക്ക് പണിയാണ്. കല്ലാർന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ശരിക്കും വർക്ക് എന്താ ചോക്ലേറ്റ് ഫാക്ടറി. കുറെ കാണാൻ ഇനി ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്, അച്ചിലിട്ട ചോക്ലേറ്റ്, അച്ചാറിട്ട ചോക്ലേറ്റ് അല്ലേ. അതെ. എന്നാലും ഇത് വിദേശികൾ മേടിക്കും. അമ്മാരുടെ നാട്ടിൽ ഇതെല്ലാം തിന്നു നടത്തിട്ട് അമ്മാർ ഇങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഇവിടെയും പറ്റിക്കുന്നത് കാണുമ്പോൾ അപ്പൊ അവര് നോക്കുമ്പോൾ അവിടുത്തെ വില വെച്ച് നോക്കുമ്പോൾ വിലയില്ലല്ലോ സാറേ. അവിടെ അവര് യൂറോയും ഡോളറും കൊടുക്കുന്ന വില വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ സാധനത്തിന് വിലയില്ല. അപ്പൊ ഇവര് ജെനുവിൻ ആൾക്കാരാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് രാത്രി ഇനി വീണ്ടും വരേണ്ടത് ഈ വഴി കൂടാണോ? അല്ലല്ല, അതെങ്ങനെ വരുന്നത്? നമ്മൾ ഇന്നലെ പോയില്ല, ഇന്നലെ പോയാ നേരെ പത്താനിക്കാടോ? അല്ല, പത്താനിക്കാട് പൈങ്ങോട്ടൂർ. ആ, ഡ്രൈവിങ് അല്ലേ. ഇതൊരു ആകസ്മികമായിട്ട് വന്നതാണ്. ഇത് മറ്റേ ഹിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഗൂഗിളിനകത്ത് എറണാകുളത്തുള്ള ഹിൽ സ്റ്റേഷനൊക്കെ തപ്പിയിട്ടാണ് ഇവിടുത്തെ ഹിൽ സ്റ്റേഷൻ ഇല്ല. അപ്പൊ ഞാൻ സംശയം കൊണ്ടേച്ചി ഇനി അങ്ങനെങ്ങാനും പേരുള്ള വല്ല ഹോട്ടലും ഉണ്ട്, ഹിൽ ടോപ്പ് എന്നൊക്കെ പറയാ അല്ലേ. ഇനി അങ്ങനെ വല്ല സാർ അടിച്ചപ്പോ ഇനി ഹിൽ സ്റ്റേഷൻ ആയി പോയതാണോ? ഹിൽ ടോപ്പ് ഹോട്ടലൊക്കെ ഉണ്ടല്ലോ. എന്നാ പിന്നെ എന്താണ് വരുമ്പം ചോദിക്കാം. വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. അതെ, വരുമ്പം ചോദിക്കാം, എന്നാന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ബാഗ് കൊണ്ടിരുന്നുണ്ടപ്പോ എനിക്കൊരു ഡൗട്ട്. ചേച്ചി ബാഗ് കൊണ്ടിരുന്നുണ്ടപ്പോ എനിക്കൊരു ഡൗട്ട്. അതെ, റാണി ഡബിൾ ഓൺ. ഒത്തിരി ട്രാവൽ ഏജൻസികളുമായിട്ട് കണക്ഷൻ ഉണ്ട്. ട്രാവൽ ഏജൻസികളാണല്ലോ ഈ ടൂറുകളെ മൊത്തം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ ഏജൻസികളുമായിട്ട് ഇവന്മാര് ടൈപ്പിലേ പൈസ കുറച്ചെങ്ങാണ്ടാണ് ഇവന്മാർ ഓടുന്നത്. അവിടെ ഇവന്മാർക്ക് എല്ലാ ട്രിപ്പുകളും അവിടെ ഉള്ളവർ അല്ലെങ്കിൽ ഇവന്മാർ കമ്മീഷൻ ആയിട്ട് കൊടുക്കും. ഇവന്മാർ വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പുള്ളി കൈ വെക്കാണിക്കുന്നുണ്ട്. പുള്ളി നമ്മളെയാണോ അങ്ങോട്ട് എല്ലാം പറഞ്ഞു എല്ലാം വേണ്ടിയത്. മീശമല, ആനമല, കോഴിമല, മീശപ്പുലിമല, വാൽപ്പാറ, കൊളുത്തുമല. ഈയിടെ ഒരു ആൻറ്റി പറഞ്ഞു വാൽപ്പാറയ്ക്ക് പോയ ട്രിപ്പായിരുന്നു അവരുടെ ലൈഫിലെ ഏറ്റവും നല്ല ട്രിപ്പ്. വാൽപ്പാറയ്ക്ക് പോയ വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചിറങ്ങണം, അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യണം. തമിഴ്നാടേ വാൽപ്പാറ. അവിടെ വാതിരപ്പള്ളിന്നാ പോകുന്നത്.
അത് ശരി. അതിരപ്പള്ളി നേരെ അടക്കുന്ന വഴിയാ പോവാ, വീതിയൊന്നും ഇല്ല, വനമാണെന്നുള്ളതേ ഉള്ളൂ. ആഹാ. ഞങ്ങളിതുകൊണ്ട് പോയി, ഞങ്ങളായിട്ട് രാവിലെ പോയിട്ട് ഞാൻ വൈകിട്ട് തിരിച്ചിറങ്ങി. അവിടെ താമസിക്കണം അല്ലേ? ഇത് മതി, മൂന്നാർ പോലെ തന്നെ സെയിം. ഓ, അവിടെ ചെന്ന് കഴിയുമ്പോൾ ധൈര്യ വാൽപ്പാറ മൊത്തം. ഓ ശരി. അവിടെ മറ്റേ തമിഴ്നാട് സർക്കാർ എന്തോ ഒരു സോൺ ആക്കിയതുകൊണ്ട് നമ്മൾ പാസ് ഒക്കെ എടുത്ത്, ഓൺലൈൻ പാസ് ഒക്കെ എടുത്തിട്ട് അവിടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം ഈ എന്തോ പരിസ്ഥിതി ലോല പ്രദേശമായിട്ടോ ഏതാണ്ട് പ്രഖ്യാപിച്ചിരിക്കുക അവിടെ ഈ പശ്ചിമഘട്ടം മൊത്തം. അത് പശ്ചിമഘട്ടത്തിന്റെ ഒരു സൈഡ്, അതായത് ഇതിന്റെ ഒരു സൈഡാണ് ഈ പറയുന്ന ആതിരപ്പള്ളിയും. ഒരുപാട് ടാക്സികൾ കിടക്കുന്നല്ലേ ഇവിടെ. ഇത് മറ്റേ സ്പൈസസ് പാർക്കാണ്, നമ്മൾ മുമ്പേ കണ്ടില്ലേ? അതുപോലെ തന്നെ ഓരോ സ്വന്തം വ്യക്തികളുടെ ആൾക്കാരെയാണ്. മറ്റേത് റിപ്പിൾ സ്റ്റീയുടെ ആയിരുന്നു നമ്മൾ കയറിയത്. ഇത് പ്രൈവറ്റ് ആൾക്കാരെയാണ്. അപ്പൊ ഇവരോട് ഏലക്കായും ഗ്രാമ്പും കുരുമുളകും ഒക്കെ വെക്കും. കുറച്ച് പേരെ താവട്ടൊക്കെ ഏലമൊക്കെ കാണിച്ചു കൊടുക്കും. ഒരാൾക്ക് ഇത്ര രൂപ പാസ് എന്ന് വെച്ച്, ഒരാൾക്ക് 100 രൂപ പാസ് ഒക്കെ വെച്ച് മേടിക്കും. ഇപ്പം രാവിലെ വന്നാൽ വൈകിട്ട് ഇറക്കി വിടും അല്ലേ? അല്ലെന്നേ, കേറി ജസ്റ്റ് കണ്ടിട്ട് ഇറങ്ങി പോരാന്നുള്ളൂ. കാണിക്കും, ഫോട്ടോ എടുക്കും. ഇവരുടെ സ്റ്റോളിൽ ഏലക്കായും ഗ്രാമ്പൂ സാധനങ്ങളൊക്കെ കാണിക്കും. 100 രൂപ 50 രൂപ വെച്ച് മേടിക്കും. പിന്നെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ പൈസ മേടിക്കും. അപ്പൊ 500 രൂപയുടെ സാധനം ഇപ്പൊ അവിടെ തന്നെ ഇരുന്ന് കണ്ടില്ലേ, 1 കിലോ ഏലക്ക 1950 രൂപ അവിടെ ഇരുന്ന്. ശരി. അപ്പൊ 1 കിലോ ഏലക്കായ്ക്ക് എത്ര 4000 രൂപ വില വന്നില്ലേ? 2500 രൂപ ഉള്ളു ഇപ്പൊ ഇവിടുത്തെ ഏലക്ക കിലോ വില. അതായത് ക്വാളിറ്റി, ഫസ്റ്റ് ക്വാളിറ്റി സാധനത്തിന്. ഇതൊക്കെ ഈ കോൺട്രാക്ട് എടുത്ത ആളെ സമ്മതിക്കണം കേട്ടോ. കാരണം ധൈര്യം ഉണ്ടായിട്ടേ ഈ അടിഭാഗമൊക്കെ തുറന്നേ. അതെ, പോയാൽ അവര് തന്നെ ഇരിക്കുമല്ലോ. ഇനി ഈ മഴക്കാലത്ത് അറിയാം എത്ര ഭാഗം പോകുന്നുള്ള ദിവസം. എത്ര ആണെങ്കിലും പോകും, അതിനൊരു ഇത് തള്ളല് വരും. കാരണം വെള്ളത്തിന്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ വെള്ളം ചാടിച്ചതിലും കൊണ്ടുപോയി കളഞ്ഞില്ലെങ്കിൽ വെള്ളം റോട്ടിൽ കൂടി ഇങ്ങോട്ട് വന്ന് പോയാൽ സാധനം പറഞ്ഞു പോകും. പക്ഷെ അതിന് ഹോളിട്ട് അവരെ അവിടെ എന്തോ ഓടെ ഉണ്ടാക്കുന്നുണ്ട്. അതിലെ വെള്ളം പോകാൻ ക്ലിയർ ആക്കണം മഴക്കാലത്തിന് മുമ്പ്. ഈ വീതി വന്നാൽ റോഡിന് വീതിയാവും. അല്ല, ഒരു തവണ ഒരു ലൈനായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, പിന്നെ മറ്റേ സൈഡ് വെച്ച് അവർക്ക് വീണ്ടും കൂട്ടാമേ. പക്ഷെ ഈ എഡ്ജ് അവർക്ക് ചെയ്യേണ്ടത് മുഴുവനെ. കാരണം ആ എഡ്ജിൽ അതെ റിട്ടേൺ വോൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ കപ്പ പറിക്കാറായിരിക്കും. പുല്ല് പോലെ ഏതാണ്ടല്ലേ, ഉണങ്ങിപ്പോയതാണ്. കെട്ടിയ സ്ഥലം മണ്ണിളക്കി കിട്ടി പന്നാലും എന്താ കുത്തിയതാ. ഇവിടെ വന്ന് പിച്ച പണികളൊക്കെ ഒന്ന് ആശ്വാസമായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ചെയ്തു പോന്നിരിക്കുന്നേ, എറണാകുളത്തുനിന്നേ. ഇവിടേക്ക് അത്ര കുഴിയില്ലല്ലോ. ഇനി അങ്ങോട്ടും വലിയ കുഴിയുള്ള സ്ഥലങ്ങൾ ഇനി ഉണ്ട്. ഇനി വലിയ കുഴി കട്ടിങ്ങുള്ള വനത്തിൽ ചെല്ലുമ്പോഴേ കട്ടിങ്ങുള്ള സ്ഥലമുണ്ട്. ഭാഗം വരാൻ കിടക്കുക.